ഹായ് ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോ, പക്ഷേ ഓഡിനോ അല്ല, ജെ ബി എല്ലിൻ്റെ ഒരു ഹെഡ്സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ റിവ്യൂ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ജെ ബി എല്ലിൻ്റെ ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പം എഡ്യൂറൻസ് എന്ന് പറയുന്നൊരു ഹെഡ്സെറ്റാണ്. ഇത് വയർലെസ് അല്ല, വയേർഡാണ്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് 1200 രൂപയ്ക്ക് ഞാൻ ഓൺലൈൻ മേടിച്ചാണ്. ഇന്നലെയാണ് വന്നത്. അപ്പോൾ നമുക്കിന്ന് ഇനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്ത് കുന്താണെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പുറത്തൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഹാൻഡ്സ് ഫ്രീ കോൾന്നോ മാഗ്നറ്റിക് ബഡ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലിപ്പ് ഹുക്ക് ടെക്നോളജി, എഡ്യൂറൻസ്. നല്ല പാക്കേജ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ മാഗ്നറ്റിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് തുറന്നു നോക്കാം. ഇത് ഓടാൻ പോകുന്നവർക്ക് പറ്റിയ സാധനമാണോ? തുറന്നു. സംഭവം കൊള്ളാം, നല്ല പാക്കേജ്. ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഓടാൻ വേണ്ടിയിട്ടുള്ളവർക്കുള്ള സാധനം കേട്ടോ. ട്വിസ്റ്റ് ലോക്ക്, ലൈറ്റ് വെയ്റ്റ്, ഫ്ലെക്സിബിൾ, അങ്ങനെ കുറേ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെവിടെയാണോ തുറക്കണം സാധനം? ഇതാണോ? അല്ല, ഇതാണ്. ഇവിടെ വലിച്ചു തുറക്കാം. സംഭവം കിട്ടി. കൊള്ളാം കേട്ടോ, തെർമോക്കോളാണ്. തെർമോക്കോൾ പോലത്തെ എന്തൊരു സാധനം കേട്ടോ. ഇതിനകത്ത് ബഡ്സ് ഉണ്ട്. പിന്നെ വാറണ്ടി പേപ്പറാണെന്ന് തോന്നുന്നു. ഇതേത് ഭാഷ? ഇവിടെ ഇംഗ്ലീഷ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇതെന്താ? ഇതും അതേപോലെ കുറേ എന്തൊക്കെയോ പേപ്പർസ്. ചൈന, ഓ മൈ ഗോഡ്. പിന്നെ ഒരു ചൈന പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഭാഗ്യം ചൈന വായിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് പാക്കേജ് കൊള്ളാട്ടോ. നല്ല പെട്ടി, എന്തെങ്കിലും കിട്ടും വെക്കാം. സംഭവം വേറെ സംഭവം ഉണ്ടേ, ഞാൻ കാണിച്ചു തരാം. ഇത് അടക്കട്ടെ, അടച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതെന്താ? മാഗ്നറ്റാ. സൈഡിൽ മാഗ്നറ്റാണ്. നല്ല പെട്ടിയാണ്, നല്ല കളറാണ്. സംഭവം കൊള്ളാം. ഇനി നമുക്ക് ഇതിലേക്ക് പോവാം. ഇതിനകത്ത് JBL, നമുക്കിനി ഇത് ഊരി നോക്കാം. ഇത് നല്ല ടൈറ്റാണ്, വലിയ ബഡാന്ന് തോന്നുന്നു കേട്ടോ. പണിപാളിയോ? ഓ യെസ്. സക്സസ്. അങ്ങനെ അത് ഊരി. ഇവിടെ എന്താ കമ്പിയുണ്ട്, അത് ഊരി. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. 2 മീറ്റർ ഉണ്ടോ? 1.5 മീറ്റർ ദൂരമുണ്ട്. കൊള്ളാലോ. അപ്പോൾ ഇതാണല്ലേ മാഗ്നറ്റിക് ബഡ്. സംഭവം കൊള്ളാം, നല്ല കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഇവിടെ JBL നിന്ന് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും JBL നിന്ന് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്പ്രിങ് പോലത്തെ സാധനമല്ല കേട്ടോ. ഇവിടെ നല്ല സ്ട്രോങ്ങാണ്. കാരണം JBLൻ്റെ തന്നെ വേറെ T100ഉം CT70 അങ്ങനെ പറയുന്ന കുറച്ച് വേറെ 2-3 ഹെഡ്സെറ്റുകളുണ്ട്. അതിലെല്ലാം ഞാൻ ഉപയോഗിച്ച. അതിനകത്തല്ല ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ ഈ എഡ്ജ് വെച്ച് ഒടിഞ്ഞു പോകും കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഇവിടെ വെച്ച്. അപ്പോൾ ഇത് സ്ട്രോങ് ആണ്, കുറച്ചുകൂടെ L ഷേപ്പിലിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് പോകുകയല്ലെന്ന് മനസ്സിലായി. പിന്നെ നമ്മുടെ മൈക്കിൻ്റെ സൈഡിൽ 2 കളറാണ്, 2 കളർ വേരിയൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ബഡിൻ്റെ കളറും പിന്നെ വയറിങ്ങിൻ്റെ കളറും, ബ്ലാക്കും ആഷും. അങ്ങനെ ഇത് സ്വിച്ച് ഉണ്ട്. പിന്നെ അത് വേറെ എന്താ ഉള്ളത്? അതെ, ഞാൻ പറഞ്ഞില്ല, നീളം കൂടുതലാണ്, നീളം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. അതെ, ഇവിടെ ഹുക്ക് ചെയ്ത് നോക്കാം. അപ്പം നീളം ലെങ്ത് ഒരു പ്രശ്നമല്ല, നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിലേക്ക് മാറ്റാം. അതിനുള്ള സംഭവമൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ മെയ്ഡ് ഇൻ ചൈന എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ 4-5 വർഷമായിട്ട് ഉപയോഗിക്കുന്നത് JBL തന്നെ. അതിലിപ്പം ഇത് ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. ബാക്കിയെല്ലാം T100 അങ്ങനെ ഉള്ള വേറെ ചെറിയ വില കുറഞ്ഞ സാധനങ്ങളാണ്. അതിനൊക്കെ 700, ഇതിന് 1200 രൂപ കേട്ടോ. 1200 രൂപയ്ക്ക് സംഭവം കൊള്ളാമെന്ന് തോന്നുന്നു. നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? ഓക്കെ, നമുക്കിനി ടെസ്റ്റ് ചെയ്യാം. എൻ്റെ OX കേബിൾ 3.5 ആണേ. നമ്മളിവിടെ കണക്ട് ചെയ്തു. സ്പോട്ടിഫൈ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും സുഖം. സ്പോട്ടിഫൈ എടുത്തു.
സ്പോട്ടിഫൈയിൽ ഇപ്പം സെർച്ച് ഇഡിയം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് വലിയ ഇയർബഡാന്ന് ഞാൻ പറഞ്ഞല്ലേ, കുറച്ചുകൂടെ വലുതാണെന്ന് തോന്നുന്നു. അപ്പോൾ റൈറ്റ് ലെഫ്റ്റ് കുറച്ച് വലുതാട്ടോ, പക്ഷെ ഊരിപ്പോരുമല്ല, നല്ല ടൈറ്റാണ്, വലിച്ചൂരിയാൽ പോരും കേട്ടോ. നേരെ ഇതിനകത്തും കുത്തി കയറ്റി വെക്കാം. സംഭവം കൊള്ളാം. പാട്ട് കേട്ട് നോക്കട്ടെ. ഓളിയല്ലേ. സംഭവം പൊളി സാധനം തന്നെ. ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആണ്ട് അത് തന്നെ ഉപയോഗിച്ചേക്കാം. പൊളി സാധനം. പുറത്തൊരു ഖജനാ കുറ്റി പൊട്ടിയാൽ പോലും അറിയുമല്ല. വെടിക്കെട്ട് സാധനം കേട്ടോ, പൈസയ്ക്ക് മുതലായി. പക്ഷെ ഇതിനകത്തേ പോവോ എൻ്റെ നമ്മുടെ ഈ പാട്ട് വരുന്നൊരു സാധനം ഉണ്ടല്ലോ ഇതിനകത്ത്. സാധനത്തിന് പേരെന്നായിരുന്നു ആ സാധനം? പുറത്ത് കാണാം, മറ്റേതിനകത്തൊന്നും കാണത്തില്ലായിരുന്നു, ഇതിനകത്ത് കാണാം. അതുകൊണ്ട് ഇച്ചിരി ഡേഞ്ചറാണ്. ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതെങ്ങാനും തുളഞ്ഞു പോയി കഴിഞ്ഞാൽ സാധനം പോകും കേട്ടോ. പിന്നെ സംഭവം കൊള്ളാം, എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു. സംഭവം ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി കട്ടിയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഊരി വലിച്ചാലും ഊരത്തില്ല. ഓടാൻ പോകുന്നവർക്കൊക്കെ കൊള്ളാം. സംഭവം ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം നീളം കുറയ്ക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നീളം കുറയ്ക്കണമെങ്കിൽ ഇതിനകത്ത് കയറ്റി ഇങ്ങനെ അങ്ങ് കുത്തി അങ്ങ് വെച്ചാൽ മതി. ഇപ്പം നീളം കുറഞ്ഞു കിട്ടും. ഇതിൻ്റെ തന്നെ വയർലെസ് ബ്ലൂടൂത്തും ഉണ്ട്. പക്ഷേ ബ്ലൂടൂത്തിന് 2500 രൂപയാണ്, ഇതിന് 1200 രൂപയാണ്. അപ്പോൾ മുതലാവുന്ന ഇത് മേടിച്ചുവാ. ഓക്കെ, ഇതിൻ്റെ തന്നെ ബ്ലൂടൂത്ത് ഉണ്ട്, അതിന് 2500. സാധനം കൊള്ളാം, നല്ല ബാസ് ഉണ്ട് സാധനം. ആഹാ, കൊള്ളാം. നല്ല ബാസ് ഉണ്ട്. നല്ല ബാസ് എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ബാസ് ഉണ്ട്. ബസ്സിനകത്തൊക്കെ കയറി ഇരുന്നിട്ട് പാട്ടിട്ട് പോലുണ്ട്. അയ്യോ, സംഭവം കൊള്ളാം. ഏക്കാലും 1200 രൂപയ്ക്ക് മുതലാണ്. പെട്ടെന്ന് പോകില്ല എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പോവാമോ ഇനി? പക്ഷേ ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു ഷേപ്പില്ലല്ലേ, ഒരു വൃത്തിയില്ലേ, കാണാനൊരു ഗ്ലാമറില്ല മൈക്കിന്. ഹെഡ്സെറ്റ് കൊള്ളാം, ഹെഡ് കൊള്ളാം. കുറേ ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും സാധനം കൊള്ളാം. പക്ഷേ ഇവിടെ ഈ സാധനം പോയി. സാധനം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഓക്സ് കേബിൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എൻ്റെ ബാക്കി 2 ഹെഡ്സെറ്റും പോയത് ഇവിടുന്ന് ഒടിഞ്ഞു പോയതാണ്. ഈ ഓക്സ് കേബിൾ കൊള്ളാം. ഇതിങ്ങനെ എൽ ഷേപ്പിലേ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് കൊള്ളാം, സാധനം കൊള്ളാം. ആരെങ്കിലും JBLൻ്റെ ഹെഡ്സെറ്റ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാ ഈ സാധനം കണ്ടോ, ഇത് എന്താ പറയുക, ടൈറ്റ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ റിങ് ടൈപ്പ് ഉള്ളതുണ്ട്. അത് മേടിക്കരുതെന്ന് പറയാൻ കാരണം വെച്ചാൽ ഒരു 1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് ഇവിടെ വെച്ച് ഒടിഞ്ഞു, എന്താ പറയുക, കേബിൾ അങ്ങ് വിട്ടു എന്നിട്ട് ഒരു ഹെഡും പോകും. അതാണ് എൻ്റെ ഒരു അബദ്ധം പറ്റി. എൻ്റെ 2 ഹെഡ്സെറ്റും പോയത് അതാണ്. അതുകൊണ്ട് ഞാൻ ഇത്തവണ നോക്കിയാൽ മേടിച്ചത്, ഇത് തന്നെ മേടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പോയി മേടിച്ചോ. അപ്പം നമുക്കിനി അടുത്ത ആഴ്ച കാണാം. ബൈ.